പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ശൂനോയോ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച സുവിശേഷ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്തെ രണ്ടായിട്ട് ചിന്തിക്കാം. 11-ാം അധ്യായം 9 മുതൽ 13 വരെ പ്രാർത്ഥനയെക്കുറിച്ചും 11-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് എതിരായുള്ള യഹൂദന്മാരുടെ വിമർശനവുമാണ്. ദൈവത്തോടുള്ള നിരന്തരമായ സ്ഥിരോത്സാഹത്തോടെയുള്ള തുടർച്ചയായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നു എന്നുള്ള വാഗ്ദാനമാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ദൈവം നിരന്തരമായ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്നുള്ളതിന് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമായിട്ട് യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. രാത്രിയിൽ വൈകി വന്ന അതിഥിക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ട് അതിഥിക്ക് ആവശ്യമായ ഭക്ഷണം തേടി അയൽവക്കത്ത് പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. രാത്രിയിലായതുകൊണ്ട് അപ്പം തേടി ചെന്നപ്പോൾ അയൽവക്കത്തെ സുഹൃത്ത് വാതിൽ തുറക്കുകയോ ആവശ്യമായ സഹകരണം നൽകുകയോ ചെയ്തില്ല എങ്കിലും ക്രിസ്തു പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം അത് നിർവഹിച്ചു എന്നുള്ളത്. സുഹൃത്തിൻ്റെ തുടർച്ചയായ ആവശ്യമായിരിക്കാം ആ വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്ത് തയ്യാറായത്. ഈ ഉപമയുടെ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു ഇന്നത്തെ വേദവാക്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. നിരന്തരമായ പ്രാർത്ഥനയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു 3 കാര്യങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 ചോദിക്കുക, 2 അന്വേഷിക്കുക, 3 മുട്ടുക. ഈ 3 പദങ്ങളും ഒരു വിശ്വാസിയുടെ സ്ഥിരോത്സാഹത്തെയും മടുത്തുപോകാത്ത പ്രാർത്ഥനയെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. ചോദിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ആസ്ക് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഡിമാൻഡിങ് സംതിങ് ഡ്യൂ, അർഹതപ്പെട്ടത് ആവശ്യപ്പെടുന്നതാണ് ചോദിക്കുക എന്നുള്ളതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അർത്ഥമാക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലനത്തിനും ദൈവം നമ്മെ വഴി നടത്തുന്നതിനും നമുക്ക് ആവശ്യമായ നിലനിൽപ്പിനുമായുള്ള കാര്യങ്ങൾ ദൈവ തിരുസന്നിധിയിൽ എപ്പോഴും നമുക്ക് യാചിക്കുവാനുള്ള സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ധൈര്യത്തോടും ഉത്സാഹത്തോടും ദൈവതിരുസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മെ പരിപാലിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. രണ്ടാമത് ഉപയോഗിക്കുന്ന പദം അന്വേഷിക്കുക അഥവാ സീക്ക് എന്ന പദമാണ്. ഇതിൻ്റെ അർത്ഥം സീക്കിംഗ് സംതിങ് ഹിഡൻ, മറഞ്ഞിരിക്കുന്നത് തേടിപ്പോകുന്നത് എന്നാണ്. ദൈവത്തിൻ്റെ കൃപകൾ, ദൈവം നമുക്ക് ഒരുക്കിയ അനുഗ്രഹങ്ങൾ നാം തുടർച്ചയായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അന്വേഷിക്കുക എന്ന വാക്കിന് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് സത്യത്തിലുള്ള ദൈവിക അന്വേഷണം എന്ന് പറയുന്നത്. ഈ ദൈവിക അന്വേഷണം നീതിപൂർവമായ ജീവിതം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നീതിപൂർവമായ ജീവിത ശൈലിയുള്ളവർക്കാണ് ദൈവ അന്വേഷണത്തിന് സാധ്യതയുള്ളതും ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. അടുത്ത പദം മുട്ടുക എന്നുള്ളതാണ്. ഇതിന് നോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. മുട്ടുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. നോക്ക് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ഒരു പ്രവർത്തനമാണ്. പ്രാർത്ഥന നിർഭരമായ ജീവിതം പ്രവർത്തനോന്മുഖമായിരിക്കണം, പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ വിശ്വാസമായിരിക്കണം എന്നുള്ളതാണ് മുട്ടുക, നോക്ക് എന്ന് പറയുന്ന ആശയത്തിലൂടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന്, പ്രാർത്ഥനാ ജീവിതത്തിന് പ്രവൃത്തിയുടെ പിൻബലമുണ്ടായിരിക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 23 വരെ വാക്യങ്ങളിൽ
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷിക്കുന്നവരും യാചിക്കുന്നവർക്കും തങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയുടെ ഒരു പിൻബലമുണ്ടായിരിക്കണം. ആത്മീയ ജീവിതം പ്രവർത്തനോന്മുഖമാണെന്നുള്ള ആശയമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. സത്യത്തിൽ ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നുള്ളതെല്ലാം നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ്. ഈ ഭാഗത്ത് വിശ്വാസികളും ദൈവവുമായുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധവുമായിട്ട് ചിത്രീകരിക്കുന്നു. പൈതൃകമായ ഒരു ബന്ധമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർ ചോദിക്കുന്നതിന് ഓപ്പോസിറ്റായ എതിരായ കാര്യങ്ങൾ സാധാരണഗതിയിൽ മാതാപിതാക്കൾ മക്കൾക്ക് നൽകാറില്ല. ഇവിടെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നില്ല, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നില്ല. ചോദിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരിക്കലും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ആത്മീയ മക്കൾക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നൽകും. ദൈവം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ ലൗകിക മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നതിനേക്കാൾ വലുതും ശ്രേഷ്ഠവുമായിരിക്കും. ദൈവത്തിൻ്റെ പൈതൃകമായ വാത്സല്യവും ദൈവം മനുഷ്യനെ കരുതുന്നതിനെക്കുറിച്ച് സഭാപിതാവായ ഒറിഗൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദ ഫാദർ ഗീവ്സ് എ ഗുഡ് ഗിഫ്റ്റ്, റെയിനിങ് ഇറ്റ് ഡൗൺ ഫ്രം ഹെവൻ ഫോർ ദോസ് ഹു ആസ്ക് ഹിം. ചോദിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം മഴ പോലെ നന്മകൾ ചൊരിയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവതിരുസനിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിരത്തി വയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ വേദഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയതിനെ യഹൂദന്മാർ ചോദ്യം ചെയ്യുകയും അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവിക അധികാരം കൊണ്ടല്ല, ബെൽശുബൂൽ എന്ന പൈശാചികമായ ശക്തിയാലാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ്. ബെൽശുബൂബ് എന്ന വാക്ക് പിശാചിൻ്റെ ഒരു പര്യായമായിട്ട് ഉപയോഗിച്ചിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബെൽശുബൂൽ എക്രോനിൽ ആരാധിക്കപ്പെട്ട പൈശാചിക മൂർത്തിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം മക്കൾ മാതാപിതാക്കളുമായുള്ള ബന്ധവും പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അഥവാ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ പിതാവെന്നും വിശ്വാസ സമൂഹത്തെ മക്കളെന്നുമാണ് ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: ഭോഷത്വവും അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിൻ്റെ പിതാവ്, നിൻ്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ദൈവം നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും എന്ന നിലയിലാണ് ഈ പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് ഏറ്റവും കൂടുതൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ഏകദേശം 137-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. സഭാപിതാവായ ഒറിഗൻ ദൈവത്തെ പിതാവ് അഥവാ അബ്ബ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട്: ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തെ പിതാവെന്ന നിലയിൽ ഉൾക്കൊള്ളുന്നത്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ വിശ്വാസികളുടെ പുത്രത്വം സംബന്ധിച്ചും ദൈവത്തിൻ്റെ പിതൃത്വം സംബന്ധിച്ചും അനേകം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന തക്സായിൽ തൻ്റെ കൃപയ്ക്ക് മക്കളും തൻ്റെ ഏകജാതന സഹോദരി സഹോദരങ്ങളുമായി തീരുക എന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവിക കൃപ പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നതുപോലെ ഉണ്ടാകുന്നുവെന്നും അതുവഴി നാം ഏകജാതന സഹോദരി സഹോദരങ്ങളായി രൂപാന്തരപ്പെടുമെന്നും ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം യോഹന്നാൻ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു: കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം പിതാവിൻ്റെ സ്ഥാനത്താണ്
മക്കളെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പിതാവും അഥവാ മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള ബന്ധം നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന ചിന്തകൾ എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് അനായാസം പ്രയാസം കൂടാതെ സമീപിക്കും. ദൈവത്തെ നമുക്ക് അനായാസം സമീപിക്കുവാൻ സാധിക്കും. ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ കരുതുന്നു, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, ദൈവം നമ്മളെ നിലനിർത്തുന്നു തുടങ്ങിയ ആശയങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. വിശ്വാസികളും ദൈവവുമായുള്ള ബന്ധം അപ്പനും മക്കളുമുള്ള ബന്ധത്തിലൂടെ അഥവാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലൂടെ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് അനായാസം പ്രയാസമില്ലാതെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും. ദൈവം സമീപസ്ഥനാണ്. ദൈവം നമുക്ക് സംരക്ഷണം നൽകുന്നു. പിതാവ് മക്കളെ കരുതുന്ന പോലെ നമ്മളെ ദൈവം കരുതുന്നു. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തെ നമുക്ക് അടുത്ത് നിർത്തുവാൻ സാധിക്കട്ടെ. ദൈവമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യും. പിതാവ് മക്കളിൽ കൃപ ചെയ്യുന്ന പോലെ ദൈവം മനുഷ്യരിൽ കൃപ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്ന സങ്കീർത്തനമാണ്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൈതൃകമായ വാത്സല്യത്തോടെ ദൈവം നമ്മൾക്ക് പൈതൃകമായ വാത്സല്യത്തോടെ ദൈവം നമ്മിൽ കരുണ ചെയ്യുന്നു. ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത് ഈ ഭാഗത്ത് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിത ശൈലിയെക്കുറിച്ചാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്ഥിരോത്സാഹത്തോടെ ആയിരിക്കണം, നിരന്തരമായിട്ടുള്ളതായിരിക്കണം, മടി കൂടാതെയുള്ളതായിരിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവം നമുക്ക് നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്നു. 1 തെസ്സലോനിക്കർ 5:17 നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥന അനസ്യൂതമായ ഒരു തുടർ പ്രക്രിയയാണ്. മടി കൂടാതെയും മടുത്തുപോകാതെയും അലസതയില്ലാതെയും നിരന്തരമായിട്ട് ദൈവ തിരുസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എഫെസ്യ ലേഖനം 6:18 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സ്ഥിരതയോടെയുള്ള പ്രാർത്ഥന, മടികൂടാതെയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ദൈവം അതിനുത്തരം നൽകുന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. സ്ഥിരോത്സാഹം എന്നുള്ളതിന് പെർസിസ്റ്റൻസ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്: സ്ഥിരമായിരിക്കുക, സ്ഥിരതയുള്ളവരായിരിക്കുക, ദൃഢതയോടെ മുന്നോട്ട് പോകുക, ഉപേക്ഷിക്കാതിരിക്കുക, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക എന്നീ അർത്ഥങ്ങളാണ്. അപ്പോൾ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുക, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉറച്ചു നിൽക്കുക, നമ്മളുടെ പ്രാർത്ഥനാ വിഷയം നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക, അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക, ദൈവത്തിൻ്റെ ആവർത്തിച്ച് അത് സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരമരുളുന്നു. സ്ഥിരോത്സാഹമായുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 18 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം ദൈവതിരുസനിൽ നിർവഹിക്കുന്നതാണ്. അബ്രഹാം സോദോമിന് വേണ്ടിയുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥന നിരന്തരമായ സ്ഥിരോത്സാഹത്തോടെ മടുത്തുപോകാതെ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതിനാണ് യഹോവ ഉത്തരം നൽകാൻ സന്നദ്ധമാകുന്നത്. ആദ്യത്തെ പ്രാർത്ഥനയിൽ 50 നീതിമാന്മാരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ അബ്രഹാം 45 നീതിമാന്മാരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത് 30 പേരുടെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നാലാമത് 20 പേരുടെ, അഞ്ചാമത് 10 പേരുടെ 10 നീതിമാന്മാരുടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തുടർച്ചയായ അബ്രഹാമിൻ്റെ അപേക്ഷയാണ്. ഇതാണ് സ്ഥിരോത്സാഹത്തുള്ള പ്രാർത്ഥന. നമ്മുടെ എല്ലാവരും ജീവിതത്തിലെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ദൈവതിരുസന്നിധിയിൽ അബ്രഹാം യാചിച്ചതുപോലെ സ്ഥിരതയോടെ മടുത്തു പോകാതെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുവാൻ സാധിക്കട്ടെ.
പൗലോസപ്പോസ്തലൻ്റെ ജീവിതം നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതമാണ്. 1 തെസ്സലോനിക്കർ 3 അധ്യായം 10 വാക്യത്തിൽ പൗലോസപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനും ആയി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. ഡേ ആൻഡ് നൈറ്റ്, രാത്രിയിലും പകലും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പൗലോസപ്പോസ്തലൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അധികം നിരന്തരമായി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവതിരുസന്നിധിയിൽ നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇപ്രകാരം പാടി നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെ കേൾക്കുന്നവനെ, യാചനയെ നൽകുന്നവനെ, പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിയിടണമേ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.